ഒരു വളരെയധികം മിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇത് പക്കാ ഫുൾ ഫോറസ്റ്റ് റിലേറ്റ് ചെയ്തൊരു സിനിമയാണോ? വനമാണ് ഇതിന്റെ മുഖ്യ വിഷയം. ഒരു പക്ക അഡ്വഞ്ചർ ആയിട്ടുള്ള, നമ്മൾ കുറേ അഡ്വഞ്ചർ ആയിട്ടുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്. ഒരു ഇൻഡോർ അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന കുറച്ച് പേര്, കുറച്ച് യുവാക്കൾ അല്ലെങ്കിൽ കുറച്ച് ഗ്യാങ് അവിടെ പെടുന്നത്, അവരുടെ സർവൈവലും ഒക്കെ കാണിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് എത്രത്തോളം ഡിഫറെൻ്റ് ആണ് മായാവനം? ഇത് ശരിക്ക് പുറത്തുള്ള വനത്തെക്കാളും ഒരു അകത്തുള്ള വനത്തിന്റെ സിനിമയാണ്. നമ്മളുടെ എസ്പെഷ്യലി ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം അത് മനസ്സിലാവുമെന്ന് അറിയില്ല. ഈ ഏറ്റവും കൂടുതൽ ഈ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഈ 3 കാലങ്ങളിൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഹോർമോണൽ ഇൻഫ്ലുവൻസിന് വിധേയമാകുന്നത്. ഹോർമോണൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ആൺകുട്ടികളിലാണെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ, ആൻഡ്രോജൻസ് എന്ന് പറയുന്ന ഹോർമോൺ, പെൺകുട്ടികളിലാണെങ്കിൽ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ല്യൂട്ടനൈസിംഗ് ഹോർമോൺ, ആൻഡ്രോജൻസ്. അപ്പോൾ ഈ ഹോർമോണിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ചെറുപ്പക്കാരെ യാഥാർത്ഥ്യത്തിലായിരിക്കില്ല പലപ്പോഴും ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ചെറുപ്പക്കാരൻ ഒരു പ്രവൃത്തി ചെയ്യുന്നത്, ഇത്തിരി പ്രായവും പക്വതയുള്ള ആൾ അതേ പ്രവൃത്തി ചെയ്യുന്നത് കണ്ടുപിടിക്കുക. ഉദാഹരണം, ഒരു വാഹനം ഓടിക്കുമ്പോൾ പോലും ചെറുപ്പക്കാർ വളരെ ഫാസ്റ്റായിട്ട് ഓടിക്കുക, പക്ഷെ പ്രായമായവർ വളരെ സ്ലോ ആയിട്ട് ഓടിക്കുള്ളൂ. അത് അനുഭവങ്ങളുടെ എക്സ്പീരിയൻസിന്റെ ഒരു പക്വതയാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പക്വതയുള്ള മനോഭാവങ്ങളുടെ, പക്വതയില്ലായ്മയുടെ ആ മനോഭാവങ്ങളുടെ ആന്തരികമായ ഒരു മായാവനത്തിന്റെ കഥയാണ്. ആ വനത്തെ അവർ പുറത്തു കാണുന്നു. അത് കുറച്ചൊരു സൈക്കാട്രിക് ആസ്പെക്ട് ഉള്ള ഒരു സിനിമയാണ്. അപ്പോഴേ അത് കൃത്യമായി മനസ്സിലാവും. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി അത് എക്സ്പീരിയൻസ് ചെയ്യണം. അതിന്റെ കളറിങ്ങും അതിലെ കഥാപാത്രങ്ങളുടെ സവിശേഷത. ഇപ്പൊ തന്നെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേര് കുള്ളാവൻ എന്നാണ്. അത് ഒരുപക്ഷെ വളരെ അപരിചിതമായിരിക്കും ആ ഒരു കഥാപാത്രം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ മായാവനം എന്ന് പറഞ്ഞാൽ പുറത്തുള്ള വനത്തെക്കാളുപരി അകത്തുള്ള ഒരു വനത്തിന്റെ കഥയാണ്. ഈ സിനിമയിൽ തന്നെ സീനിയർ ആർട്ടിസ്റ്റ് ആയ അലൻസിറേട്ടൻ, ജാഫ്രിക്ക, സെന്തിലേട്ടൻ, അങ്ങനത്തെ ഉള്ള കുറെ സീനിയർ കാസ്റ്റുകളുണ്ട്. അപ്പൊ ഇതുവരെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത തരം ഒരു കഥാപാത്രങ്ങളാണോ ഇവർക്കുള്ളത്? അവർക്കൊക്കെ വളരെ വൈവിധ്യമാണ്. ഇവര് അതുവരെ ഇപ്പൊ സാറ് ഇതുവരെ, ഞാൻ സാറിന്റെ ആൾമോസ്റ്റ് എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്. ഇതുവരെ സാറ് ഇങ്ങനെ ഒരു റോള് ചെയ്തിട്ടുണ്ടാവില്ല. വളരെ വൈവിധ്യമാർന്ന ഒരു ക്യാരക്ടറിനെയാണ് സാറ് അത് ചെയ്തിരിക്കുന്നത്. സിനിമ മൊത്തം ഞാൻ കാണുമ്പോൾ സാറ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ട് ആ കഥാപാത്രത്തിന്റെ അവതരണത്തിലൂടെ ഞാൻ സാറിനോട് വളരെയധികം നന്ദി പറയുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ട് സാറ് ചെയ്തിട്ടുണ്ട്. എന്നതുപോലെ എല്ലാവരും ഉണ്ട്. ജാഫ്രിക്ക സാറ്, സെന്തില്, സുദീപ് ഓപ്പ, ശ്രീനാഥ് മുരളി, എല്ലാവരും വളരെ ഗംഭീരമായി അവരുടെ റോളുകൾ ചെയ്തു. അലൻസിറേട്ടാ നമസ്കാരം. ഫുൾ ഫോറസ്റ്റിലായിരുന്നു. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? അതിൽ കുറെ നമ്മൾ കുറച്ച് ഇന്റർവ്യൂസ് എല്ലാം കണ്ടായിരുന്നു. ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു എന്ന് കേട്ടായിരുന്നു. എനിക്കൊരു സ്ട്രഗിൾ തോന്നുന്നില്ല. അതുകൊണ്ടാണ് അട്ടയൊക്കെ കടിച്ചതൊക്കെ. അട്ട കടിക്കുന്ന അത്ര സ്ട്രഗിളൊന്നുമില്ല. പാമ്പ് കടിക്കായിരുന്നു, അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ എന്നിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രതീക്ഷിക്കേണ്ട. എന്നെ അങ്ങനെ വെട്ടി നുറുക്കി തിന്ന് നാളെ നിങ്ങൾക്ക് വിൽക്കാമെന്ന് വിചാരിക്കണ്ട. ഞാൻ അങ്ങനെ ഈ സിനിമയെ കുറിച്ച് വളരെ സ്ട്രഗിൾ ചെയ്തോന്നല്ല പറഞ്ഞു. ഞാൻ ആ ഒരു സ്ട്രഗിളിനെ എൻജോയ് ചെയ്തോന്നാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. ഞാൻ പാഷനായിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ കരിയർ സേഫ് ആക്കാൻ ഒരു ജോലിയുണ്ട്. അപ്പോൾ ആ ഒരു സേഫ്റ്റി നെറ്റ് വെച്ച് ഇനി നമുക്ക് ഇഷ്ടമുള്ള സാധനം ചെയ്യുമ്പോൾ ഇഫ് അറ്റ് ഓൾ, ഇപ്പോൾ സിനിമ എല്ലാവരും പറയുന്ന ഒരു ഗാംബ്ലിംഗ് പോലെയാണ്. ഇറ്റ് ഇസ് നോട്ട് മീ ടു വർക്ക്. നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കുന്ന ആവശ്യമില്ല. അപ്പോൾ ഒരു സേഫ്റ്റി നെറ്റ് വെച്ച് നമ്മൾ കളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വിൽ ബി മോർ ഡിലിജന്റ്, വിൽ ബി മോർ റിസ്ക് എടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു മെന്റാലിറ്റി വെച്ചാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയിരുന്നത്. സിനിമ വരുമ്പോൾ ആൾക്കാരുടെ അക്സെപ്റ്റൻസും ഇഫ് ഓൾ ഉണ്ടെങ്കിൽ, അവരുടെ ആ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇത് നന്നായിട്ട് വരും. ഇതിനുവേണ്ടി മാർഷ്യൽ ആർട്സ് ഒക്കെ പഠിച്ചെന്ന് പറയായിരുന്നു. ഇതിപ്പോ ഈ സിനിമ പക്ക അത്ര അഡ്വഞ്ചർ ആയിട്ട് സ്റ്റണ്ണിങ് ഉള്ള ഫിലിമാണോ? അതെ അതെ. സിനിമത്തെ ഏകദേശം ഒരു 99% സ്റ്റൺസ് ഞാൻ തന്നെ ചെയ്തത്. ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. പക്ഷെ അതോടൊപ്പം കുറെ പഠിച്ചു. ഞങ്ങളുടെ സ്റ്റണ്ട് മാസ്റ്റർ മാഫിയ ശശിയായിരുന്നു. സാറ് ശരിക്കും എക്സ്ട്രീമിലേക്ക് പോയി. ലൈക്ക് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ സാറിന്റെ സ്റ്റണ്ടും ആ ഒരു ലെവലിലേക്ക് എത്തി. ആ ഒരു ഇത് ഞാൻ കളരിയാ പഠിച്ചത്. അപ്പൊ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും
മാർഷൽ ആർട്സിന്റെ ആ ഒരു ഗുണം ഇതിൽ വന്നിട്ടുണ്ട്. ഫൈറ്റ് സീൻസ് ഒക്കെ വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. സോ ഐ എം റിയലി പ്രൗഡ് ഓഫ് ദാറ്റ്. ഒരു നല്ലൊരു അഡ്വഞ്ചർ മൂവി ആയിരുന്നു. അതൊരു ഫിലിമിൽ പാർട്ടായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇതില് ഒരു ചെറിയ ഭാഗം എനിക്കും ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വളരെ എന്താ പറയാ, ഷൂട്ടിംഗ് ലൊക്കേഷനിലാണെങ്കിലും ഷൂട്ടിംഗ് സമയത്താണെങ്കിലും നമ്മൾ വളരെ എൻജോയ് ചെയ്താണ് നിന്നത്. എല്ലാവരും ലൊക്കേഷനിലുള്ള എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഡയറക്ടർ സാറുമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് എന്തും ചെന്ന് സംസാരിക്കാം. നല്ല ഫ്രീഡം തരുന്ന ഒരു ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് ചെയ്യാനും പറ്റി. ഒരുപാട് അഡ്വഞ്ചർ, അതായത് നമ്മൾ ഒരുപാട് അഡ്വഞ്ചർ സിനിമകൾ കണ്ടിട്ടുള്ള, അപ്പോൾ മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നല്ല പ്രേക്ഷകർ അങ്ങനെ ഫാസ്റ്റ് ട്രാക്കിൽ പോകുന്ന സിനിമകളുടെ ഒരു കാലഘട്ടമാണല്ലോ ഇത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഈ മായാവി എന്ന ചിത്രം എത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്? നല്ല പ്രാധാന്യം ഉണ്ടായിരിക്കും. കാരണം എന്തെന്ന് വെച്ചാല് നമ്മളിപ്പോ സെയിം പാറ്റേൺ കണ്ടു വന്നിട്ട് പെട്ടെന്നൊരു വ്യത്യസ്തമായിരുന്ന ഒരു പശ്ചാത്തലവും ഒരു കഥയും പ്രേക്ഷകരിലെത്തുമ്പോൾ അവന് അതൊരു പുതുമ, ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഇപ്പോ കുറച്ച് നാളായെന്ന് തോന്നുന്നു മലയാള സിനിമയില് ഒരു കാട്ടിലൂടെ ഇത്രയും അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു സ്റ്റോറി വന്നിട്ട് എനിക്കൊന്ന് ഒരുപാട് നാളായെന്ന് തോന്നുന്നു. അപ്പൊ പുതിയൊരു സാധനം പ്രേക്ഷകർക്ക് കൊടുക്കുമ്പോൾ അവര് സ്വീകരിക്കുന്നതിനാണ് വിശ്വാസം. എങ്ങനെയുണ്ടായിരുന്നു ഇവരുമായിട്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നില്ലേ സിനിമയില്? ഞാന് കൂടുതലും നമ്മുടെ ജാഫർക്ക ഉള്ള സമയത്താണ് ഉണ്ടായിരുന്നത്. പുള്ളിക്കാരന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ പുള്ളിക്കാരന്റെ കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഗുണം നമ്മളുടെ ആക്ടിങ്ങിലും വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എങ്ങനെ ചെയ്യണമെന്നൊക്കെ കൂടെ ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ജാഫർക്ക. എനർജി ആയിട്ടൊരു സെറ്റ് ആയിരുന്നു. അതെ അതെ അതെ, ജാഫർക്ക് ഭയങ്കര എനർജിയാണ്. അത് ഭയങ്കര എനർജി എന്ന് വെച്ചാല് നമ്മള് നോക്കി നിന്നു പുള്ളിക്കാരൻ്റെ ആ ഒരു നേരത്തെ പറഞ്ഞു ചെയ്തില്ല, ഷൂട്ടിങ്ങിൽ സ്ട്രഗിൾ ചെയ്തില്ല, എൻജോയ് ചെയ്തെന്നാ പറഞ്ഞു. അപ്പൊ അവർ എൻജോയ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? എൻജോയ്മെന്റ് എന്ന് പറയുന്നത് രസമല്ലേ? അത് തന്നെയാണ് അർത്ഥം. ഞാൻ പുതിയ കുട്ടികളോടൊപ്പം അഭിനയിക്കുമ്പോൾ അവരുടെ ഓരോ എക്സ്പ്രഷൻസും പഴയ നടന്മാരിൽ നിന്നല്ല പഠിക്കുന്നത്. പുതിയ പിള്ളേരുടെ പുതിയ കാലത്തെ ഞാൻ അവരുടെ കണ്ണിലൂടെയാണ് വ്യാഖ്യാനിച്ചെടുക്കുന്നത്. അവരുടെ ചലനം, അവരുടെ നോട്ടം, അവരുടെ വൈകാരികത, ഇതൊക്കെ പഴയ കാലത്തെ അല്ല അനുസ്മരിപ്പിക്കുന്നത്. അത് പുതുകാലത്തിൻ്റെ വൈകാരികത നമുക്കറിയില്ല. എനിക്ക് 2 ആൺമക്കളാണുള്ളത്. ആ 2 മക്കളുടെയും കാലത്തല്ല ഞാൻ ജീവിക്കുന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ പഴയ കാലത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അവരനുഭവിക്കുന്ന വ്യതയല്ല ഞാൻ അനുഭവിച്ചത്. അതുതന്നെയാണ് പുതുതലമുറ അവരുടെ ശരീര പ്രകടനത്തിലൂടെയും അവരുടെ അഭിനയ ശൈലിയിലൂടെയും പ്രകടിപ്പിക്കുന്നത്. അതുതന്നെയാണ് കൊല്ലം യൂത്ത് ഫെസ്റ്റിവലിൽ ഞാൻ കണ്ട നാടകങ്ങൾ. ഞാൻ നാടകാഭിനയം സിനിമാഭിനയം നിർത്തിയാലോ എന്ന് വിചാരിച്ചു പോയി. അവരുടെ അഭിനയം കണ്ടിട്ട് അപ്ഡേറ്റ് ചെയ്യണം. എല്ലാ നടന്മാരും ഓരോ പുതു സൃഷ്ടി ഉണ്ടാവണം. അങ്ങനെയായിരിക്കണം കാലം വളരേണ്ടത്. എന്നും പുതുതലമുറയാണ് ശരി, പഴയ തലമുറയല്ല. ഈ പഠിച്ചുകൊണ്ടിരിക്കുക. പഠിച്ച പാഠമൊന്നും നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്ന് നിങ്ങൾ എഴുതിക്കുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും, ഓരോ പുലരിയും, ഓരോ രാവും, ഉറക്കത്തിലും ഉണർവിലും യാത്രയിലും കണ്ടുമുട്ടുന്ന പുതുതലമുറയിലെ കൂട്ടുകാരിൽ നിന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. എന്നെ ഒരു പുനരുദ്ധാരണത്തിന് വേണ്ടി, എന്നെ നവീകരിക്കാൻ വേണ്ടി, ഞാൻ വയസ്സായി പോകാതിരിക്കാൻ വേണ്ടി. അതാണ്. ഇപ്പം ഇതില് നമ്മുടെ ഗൗതമിനൊക്കെ നമുക്ക് വെറുതെ നോക്കി അപ്പോൾ ചിരി വരും. അവന്റെ ആ നോട്ടത്തിലൊക്കെ ചിരി വരും. അവർ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് ചിരിക്കാറുണ്ട്. ഈ സുബിന്റെ ക്യാരക്ടർ ആണെങ്കിലൊക്കെ നമ്മൾ ചെയ്തു വെച്ച് ചിരിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരുമിച്ച് അഭിനയിക്കാൻ ഇത്ര സീരിയസ് ചെയ്യുമ്പോഴും ഇടയ്ക്ക് ചിരി വരാറുണ്ടോ? അല്ലെങ്കിൽ അല്ല, അവൻ കാരണം എനിക്ക് ഒരുപാട് റീടേക്ക് വേണ്ടി വന്നു. റീടേക്ക് ഇഷ്ടമില്ലാത്തൊരു നടനാണ് ഞാൻ.
പക്ഷെ അവൻ എനിക്ക് ഒരുപാട് റീടേക്ക് തന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കുഴപ്പമുണ്ടാക്കും. അവൻ തൊടേണ്ട സ്ഥലത്തല്ല തൊടുന്നത്, അവൻ ഇപ്പുറത്ത് വന്ന് ഇക്ലിയാക്കിട്ട് പോകും. അപ്പൊ ഞാൻ ചോദിച്ചു പോകും, അപ്പൊ കട്ടു പറയും. അപ്പോ അത്തരം സൗഹാർദ്ദങ്ങളാണ്, അത്തരം രസങ്ങളാണ് നമ്മളിപ്പോഴും പിന്നെ ചെറുപ്പക്കാരനായി നിർത്തുന്നത്, അവരോടൊപ്പം ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്, അവരോടൊപ്പം ഒരു തമാശ പറയാൻ പറ്റുന്നു. ഒരു 4+1 ഒരു അഞ്ചാമൻ കൂടി ആയിട്ട് അവരെ കൂടെ ജീവിക്കാൻ ശരിക്കും പടത്തില് അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കോമഡി ഉണ്ടോ അതില്? കോമഡി കോമഡി ഉണ്ടോ എന്നുള്ള കാര്യം സംവിധായകനോട് ചോദിക്കും. വയലൻസ് ഉണ്ട്, അത്രയും പറഞ്ഞില്ല. സിനിമ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കൂ ഇതിന് കോമഡി എത്രത്തോളം ഉണ്ട്, വയലൻസ് എത്രത്തോളം ഉണ്ട്. എന്നെ വെറുക്കാതിരിക്കൂ, എന്നെ സ്നേഹിക്കൂ ഈ സിനിമ കണ്ടിട്ടെങ്കിലും. ഗൗതം എങ്ങനെ അത്രയും നല്ല ഒരു പെർഫോമൻസ് ആണ്. ഗൗതം വി ശശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു കഥാപാത്രം, ഇങ്ങനെ ഒരു കോമഡി റോളാണോ അതോ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രമായിരുന്നോ? സത്യം പറഞ്ഞാൽ എന്നെ വിളിക്കുന്നത് സതീശനാണ്. അപ്പോൾ സതീശേട്ടൻ എന്നെക്കാട്ടി കോൺഫിഡൻസ് സതീശനുണ്ടായിരുന്നു. അല്ലെ എന്റെ അഭിനയ മികവ് കണ്ടിട്ടല്ലേ വിളിച്ചത്. അപ്പോൾ പുള്ളിക്കാരുടെ കോൺഫിഡൻസ് ആണ് ഞാൻ ഓക്കെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു ഈ സിനിമയിൽ കൈ വെച്ചത്. പിന്നെ ചേട്ടൻ പറഞ്ഞത് ഞാൻ ദേഹത്തോടെ ഈ സിനിമ അത് വേറെ സിനിമയാണ്, ക്ലിയർ കറക്റ്റായിട്ട് പറയണേ. ആ സിനിമ അടുത്ത മാസം അത് ശത്രുവായിട്ടും മിത്രമായിട്ടും എനിക്ക് ചെയ്യാൻ പറ്റി. അനന്തരനോട് ജീവിതത്തിൽ എങ്ങനെയാണ് പുള്ളിക്കാരെ കാണേണ്ടത് നമ്മളോട്, പക്ഷെ എനിക്ക് ശത്രുവായിട്ട് മിത്രം തന്നെ. എനിക്ക് പിന്നിൽ നിന്ന് കുത്തുന്ന മിത്രത്തെ അല്ല ഇഷ്ടം, മുന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനാണ് ഇഷ്ടം. ഗൗതം, താങ്കളിപ്പോൾ എഴുതുന്ന എല്ലാ സ്പോട്ട് കൗണ്ടേഴ്സ് ആയിരിക്കും കുറച്ചുകൂടെ എന്താ പറയുക, ആളുകൾക്ക് സ്ക്രിപ്റ്റ് ചെയ്യാമെന്ന് ഇപ്പോൾ പലരും പറയാറുണ്ട് സ്ക്രിപ്റ്റഡ് ആണോ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും സ്പോട്ടാണ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളായാലും. അപ്പം ഇതൊരു ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുതാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ലടാ, ഞാൻ സ്റ്റാൻഡപ്പ് കോമഡിയാണ് ബേസിക്കലി ചെയ്യുന്നത്. അപ്പോൾ മഴയിൽ മനോരമ ഒരു ചിരി ചെയ്യുന്നത്. ഇപ്പം ഞാൻ 4 മിനിറ്റ് കണ്ടിട്ട് 6 മാസമായിട്ട് ഉണ്ടാക്കിയാണ് കണ്ടന്റ് ഇറക്കണം. ഒരു സിനിമ ഞാൻ എഴുതണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി അവസാനിച്ചാൽ എഴുതി തീരില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആൾക്കാർ കൊടുക്കുമ്പോഴത്തേക്ക് അത്ര നല്ല സാധനം കൊടുക്കുന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ വിരലിലുള്ള എൻ്റെ 19 സ്റ്റാൻഡപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പം നല്ല നല്ല സാധനങ്ങൾ ആൾക്കാരെ രസിപ്പിച്ചും സന്തോഷിപ്പിച്ചും നിർത്താനുള്ള കോൺഫിഡൻസ് എൻ്റെ മനസ്സിലുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ ഉണ്ട്. ഞാൻ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്താൽ ഞാൻ ഇവിടെ കാണും, അല്ലെങ്കിൽ വീട്ടുകാരെ പറഞ്ഞു. അച്ഛനെ കുറിച്ചുള്ള കഥ പറഞ്ഞിട്ടാണ് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹലോ, ഇവനെ സ്വന്തം അച്ഛൻ തെങ്ങുന്നുള്ള കഥ പറഞ്ഞിട്ടാണ് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവനിങ്ങനെ നിലനിർത്തണം എന്നുള്ള കാര്യം മലയാളി പ്രേക്ഷകർ ആലോചിക്കണം. ഇത്രയും പ്രമോഷൻ പോലെ. പക്ഷേ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ കാണുന്ന ക്യാമറ കാഴ്ചയിലൂടെ ഞങ്ങളെയൊക്കെ കാണുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന എത്രയോ ക്യാമറകളുണ്ട്, എത്രയോ കാഴ്ചകളാണ് ഓരോ ക്യാമറമാനും അതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ അകത്തുള്ള സത്യമായ മായാവനം അറിയാവോ? ഞങ്ങളുടെ ഉള്ളിലുള്ള മായാവനം അറിയാവോ? നിങ്ങളുടെ ഉള്ളിലുള്ള മായാവനം അറിയാവോ? നിങ്ങൾ അന്വേഷിക്കൂ, 19 ഒന്ന് കണ്ടു നോക്കൂ. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മള് പളനിമല അറിയാമല്ലോ, ക്ഷേത്രം. അപ്പൊ നമ്മള് ആ ക്ഷേത്രത്തിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും സ്റ്റെപ്പ് കയറി പോകണം. എന്റെ സോഷ്യൽ മീഡിയയിലെ ഓരോ ചെറിയ കുഞ്ഞു വീഡിയോയും
ആ ഓരോ സ്റ്റെപ്പുകളും ആ ക്ഷേത്രം എന്ന് പറഞ്ഞ സിനിമയായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെ സ്റ്റെപ്പാണ് എല്ലാവരുടെയും ആ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞ സിനിമ തന്നെയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന വീഡിയോയിലൂടെ കൂടി നമ്മൾ ആ ഒരു സിനിമാ ഫീൽഡിൽ എത്തുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ ഭയങ്കര അപകടത്തിലാണ് ഭയങ്കര അപകടത്തിലാണ് മറ്റേ മുഖം എന്താണ് ഇങ്ങനെ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ഇതാണ് ഞാൻ സീരിയസ്. അപ്പൊ ഞാൻ നിമിത്തത്തിലെത്തിയ ആളല്ല, എന്നെ വിളിച്ച് അങ്ങനെ വന്നാണ് ഞാൻ. അപ്പൊ സിനിമയൊന്നും നമുക്ക് കാലിബർ ഉണ്ടെങ്കിൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിവിടെ അങ്ങനെ തോന്നുന്നു. കാലിബർ ഉണ്ടെന്ന് കണ്ടിട്ട് ആൾക്കാർ പറയട്ടെ. ഗൗതം ഈ പറഞ്ഞ പോലെ ലൈഫിൽ ഒരു ചേഞ്ച് വന്നാൽ അല്ല, ലൈഫിൽ ഒരു കരിയറിനൊരു ചേഞ്ച് അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഗൗതം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ നോർമൽ ലൈഫ് നടത്തോണ്ടിരുന്ന ഒരാളുടെ കരിയറല്ലേ ഇപ്പോൾ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന ഇപ്പോൾ സിനിമയിലോട്ട് വരുന്നു, കരിയർ എന്തെങ്കിലും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ നോക്കുമ്പോഴേക്കും ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ലൈഫിൽ ഉണ്ടായത് എന്തെങ്കിലും നഷ്ടമായിപ്പോയിട്ടൊന്നും തിരിഞ്ഞോക്കില്ല. ഞാൻ ഇപ്പോഴും ബാക്കിലാണ്. സത്യം കിട്ടുന്നതൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ മറ്റേ എന്ത് ചെയ്താലും പ്രശ്നമാണ് പയ്യന്മാരും നല്ല നിലയിൽ എത്തണമെന്നാണ് ആൾക്കാരെയൊക്കെ അത് പോയി അവസാനം പോയി. അപ്പം പ്രതിനിധിയാണ് പ്രതിനിധി അതാണ് ഞാൻ നല്ല സാധനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. കുറച്ചാൾ ഞാൻ ജീവിതം മാറിയിട്ട് കണ്ടിട്ടില്ല. ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. ഞാൻ കരുതി ജീവിതം മാറിയിട്ട് കാണും ഉറപ്പായിട്ട്. കാരണം നിങ്ങളൊക്കെ ഈ ബാക്കിൽ ക്യാമറ, ഞാൻ ഇതിന്റെ ബാക്കിൽ നല്ലപ്പോഴാണ് മനസ്സിലായി. ക്യാമറയുടെ ബാക്കിൽ ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. നടുക്കിരുത്തി ഭയങ്കര ഞാൻ മുന്നേ കുറേ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കുറച്ച് കാലത്തിന് ശേഷം ഒരു ഫുൾ ഫ്ലെജ് ക്യാരക്ടർ ഞാൻ ഈ മായാനത്തിലാണ് ചെയ്യുന്നത്. മുന്നേ ജീവങ്ങളുടെ 2 പെൺകുട്ടികൾ, കുഞ്ഞുദൈവം മൂവീസിലൊക്കെ നല്ല ക്യാരക്ടർ തന്നെയായിരുന്നു. ഈ സിനിമയിലേക്കും ഞാൻ വളരെ പ്രതീക്ഷിക്കാതെ എത്തിപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. പക്ഷെ ഇവിടെ വന്നപ്പം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും വലിയ സീനിയർ ആർട്ടിസ്റ്റുകളുടെ കൂടെ ഒക്കെ ചെയ്യാൻ പറ്റി, അവരുടെ അടുത്ത് നിന്നും ഒരുപാട് പഠിക്കാൻ പറ്റി. അത് ഭയങ്കര സന്തോഷമുണ്ട് അതിൽ. സൗണ്ട് ഡിസൈനിങ് ചേട്ടാ, ഇത് ഫോറസ്റ്റിലാണ് കൂടുതൽ ഷൂട്ട് നടന്നിട്ടുണ്ടായത്. അപ്പം അതിന്റെ സൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ ലൈവായിട്ട് തന്നെ ആയിരുന്നു? അതിന്റെ സിംഗ് സൗണ്ട് ആയിരുന്നു? സിംഗ് സൗണ്ട് അല്ല, പടം ആംബിയൻസ് സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്ത് ചെയ്യുകയാണ്. വിഷ്വൽ ഫിലിം ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സൗണ്ട് റെക്കോർഡ് ചെയ്ത് സ്റ്റോക്ക് യൂസ് ചെയ്യുന്നതിനും കൂടുതൽ നമ്മൾ ലൈവ് സൗണ്ട് ആയിട്ട് തന്നെ അത് ട്രീറ്റ് ചെയ്യുന്നത്. അല്ല, അപ്പോൾ ഇച്ചിരൂടെ അത് ടഫ് ആവും, ലൈവ് ആവും. നമ്മുടെ കണ്ടന്റ് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യാൻ തോന്നും. ഒന്നും നമ്മൾ ഫിസിക്കലി ഒരു കാർഡിൽ നടക്കിയിരിക്കുന്ന ഫീലിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് അത്രയും ലേയേഴ്സ് വേണം സൗണ്ടിൽ. ആ ലേയേഴ്സ് നമ്മൾ ഫിസിക്കലായിട്ട് ഫോറസ്റ്റ് ഏരിയസിൽ പോയി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വെള്ളം ഒഴുക്കും ഇതുപോലത്തെയൊക്കെ സൗണ്ട് നമുക്ക് ഈ പടത്തിൽ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം റെക്കോർഡിങ്ങിലാണ് പോയി. എങ്ങനെയാണ് ഇവർ ഈ സോഷ്യൽ മീഡിയ താരങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ഒരു കാസ്റ്റിംഗിലേക്ക് വന്നത്? കാസ്റ്റിംഗ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതിന്റെ കാസ്റ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ സതീഷ് വർക്കി, മറ്റേ കണ്ടന്റ് ഫാക്ടറി, അവരെ ഞാൻ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. കാരണം ഞാൻ ഈ സിനിമാ രംഗത്ത് തികച്ചും ഒരു പുതുമുഖമാണ്. ഞാനിതുവരെ ഒരു സിനിമ പ്രവർത്തകരുടെ കൂടെ വർക്ക് ചെയ്തില്ല. ആദ്യമായിട്ടാണ് ഒരു ഡയറക്ടറിന്റെ കുപ്പായ കൊണ്ടിട്ട് ഒരു സിനിമ ചെയ്യുന്നത്. പക്ഷെ എൻ്റെ ഒരു മുതൽമുടക്കല്ല എൻ്റെ കൈവശമുള്ളതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഓരോ സിനിമ കാണും. ഈ ആമസോണിലും നെറ്റ്ഫ്ലിക്സിലും അതിലൊക്കെ അങ്ങനെ സിനിമകൾ കണ്ട് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷോട്ട് വെക്കുമ്പോൾ അതിന്റെ വിഷ്വൽ എങ്ങനെ വരും എന്നുള്ളതൊക്കെ ഒരു മനസ്സിലങ്ങനെ സിനിമ കണ്ടിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് കഥാപാത്രങ്ങൾ എന്താണെന്ന് ഞാൻ ആദ്യം സതീഷ്ജിയായിട്ടൊക്കെ സംസാരിച്ചിരുന്നു.
അപ്പോൾ വർക്കിയും സതീഷ്ജിയും കൂടെ ആണ് ശരിക്കും കാസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്തത്. പക്ഷെ അവര് പെർഫോം ചെയ്തപ്പോൾ പെർഫെക്റ്റ് ആണ് അവരുടെ കാസ്റ്റിംഗ്. അതാണ് എൻ്റെ അഭിപ്രായം. ഒരു ഡയറക്ടറുടെ കുപ്പായം ആദ്യമായിട്ട് ഇടുന്നെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അഡ്വഞ്ചർ അത്ര സസ്പെൻസ് ഉള്ള ചിത്രം എടുക്കണം തോന്നുന്നു? ഞാൻ അങ്ങനെയുള്ള സിനിമയുടെ ഒരു ആരാധകനാണ്. എൻ്റെ ഇപ്പം ഏറ്റവും വലിയ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതൊക്കെ ഈ ഫൈറ്റേഴ്സിനെയാണ്. എസ്പെഷ്യലി ജാക്കി ചാനൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫാനാണ്. എന്നാണ് മൈക്കിൾ ജെ, ഇപ്പൊ പുതിയ ഫൈറ്റേഴ്സ്, പിന്നെ ടോണി ജാ. അപ്പോൾ മനസ്സുകൊണ്ട് ഈ പ്രായം എനിക്ക് 60 വയസ്സായി, പക്ഷേ മനസ്സുകൊണ്ട് എനിക്കൊരു 16 വയസ്സുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സിനിമകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇപ്പോഴും അങ്ങനെയുള്ള സിനിമകളാണ് എപ്പോഴും കാണുന്നത്. പ്രത്യേകിച്ച് ഹോളിവുഡ് മൂവീസും കൊറിയൻ മൂവീസൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് അങ്ങനെ ഒരു കഥ ഉണ്ടാവുന്നതാണ്. ഇനിയൊരു സിനിമ ചെയ്യാൻ ഈശ്വരൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഫൈറ്റ് തന്നെ ആയിരിക്കും. ഇപ്പൊ ഞാൻ എന്താ RDX എനിക്ക് വളരെ ഭയങ്കര ഇഷ്ടമായ സിനിമ, കാരണം അതിലെ ഫൈറ്റ് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഓരോ ജോണറും നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ്. എന്ത് കഥ വിചാരിച്ചാലും അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു ഫീല് തന്നെ ആയിരിക്കും ആ കഥയിൽ റിഫ്ലക്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ ജാഫറേട്ടനും സെന്തിലേട്ടനും ഒക്കെ സ്പോർട്ട് കൗണ്ടേഴ്സിന്റെ ആൾക്കാരാണ്. അപ്പൊ അവരോട് കൗണ്ടർ പറഞ്ഞു വെക്കുന്നത് എത്രത്തോളം ടഫായിരുന്നു? ഇല്ല, ഞാൻ അങ്ങനെ വലിയ കമ്പനിയില്ലായിരുന്നു. വലിയ കമ്പനിയാണ്, വലിയ കമ്പനിയാണ്. കമ്പനി പറഞ്ഞില്ല. അത് പെരുമാറുമ്പോഴോ അല്ലെങ്കിൽ ജാഫർക്ക് മറ്റേ മൊബൈലിൽ 100% ചാർജ് ആവൂലേ, ആ സെറ്റപ്പാണ് ഫുൾ ടൈം ചാർജ് കിടന്നത്. അങ്ങനെ അതിന്റെ ഉദ്ദേശം ഞാൻ ഇൻട്രാക്ഷൻ ഭയങ്കര കുറവായിരുന്നു. ഇൻട്രാക്ഷൻ ശ്രദ്ധിച്ചായിരുന്നു ജാഫർക്കായിട്ട്. ജാഫർക്ക് എന്ന് വെച്ചാൽ ഹലോ ഓക്കെ, പുള്ളി ഓണായിരിക്കുന്നത് കൂടാതെ ഇതുവരെ ഹലോ പറയട്ടെ, പുള്ളി ഓണായിരിക്കുന്നത് കൂടാതെ കൂടെ ഉള്ളവരെ കൂടി ഓണാക്കുന്ന ഒരു പ്രകൃതമാണ് അത്. ഇപ്പം പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് നമ്മുടെ അടുത്ത് വേറെ ലൊക്കേഷനിൽ നടന്നിട്ടുള്ള ആർട്ടിസ്റ്റുകളെയൊക്കെ വെച്ചിട്ടുള്ള കഥ, ചെറിയ കഥയൊക്കെ പറയും. അപ്പൊ നമ്മളെ ചിരിപ്പിക്കും, നമ്മൾ പോലും അറിയാം നമ്മളെ ഹാപ്പിയാവും. അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ ആക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നിന്നെ ഇങ്ങനെ നോട്ടമാണ്, ഞാൻ നിന്നെ അങ്ങനെ ഒരു നോട്ടം നോക്കുമ്പോൾ അതേപോലെ നീ എന്നെ തിരിച്ചു നോക്കണം, എന്നാലും ഞാൻ നോക്കുന്നതിന് ഉപയോഗമുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൂടി ഒന്ന് പുഷ് ചെയ്ത് നമ്മൾ പോലും അറിയാം നമ്മളതനുസരിച്ച്. അത് വേറൊരു കാര്യം, ചേട്ടനൊക്കെ ക്യാരക്ടർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജാഫർക്കായി കാണാൻ പറ്റത്തില്ല. ഈ തന്നെ ആ ഒരു പോസ്റ്ററിൽ തന്നെ കണ്ടറിയാം പുള്ളിക്കാരുടെ ക്യാരക്ടറിന്റെ ഡെപ്ത് എത്രത്തോളം ആണെന്ന്. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് ആ ഒരു നോട്ടവും ഇതും എല്ലാം. ശബ്ദത്തിലൊക്കെ ഭയങ്കര വേരിയേഷനാണ് കൊണ്ടുവരുന്നത്. അപ്പൊ പുള്ളി വേറൊരു വൈബാണ്, സെറ്റാണ്. ഇതിനകത്ത് കുറെ ഫൈറ്റ് ഉണ്ടെന്ന് ഡയറക്ടർ പറഞ്ഞു, ടോണി ജാ മൈക്കിൾ ജാക്സനെ ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പം ഗൗതമിന്റെ ഏത് തരത്തിലുള്ള ഫൈറ്റാണ് ഇതിനകത്ത് ഉണ്ടാവുക? ഇവിടെ കഥ മൊത്തമാണ് സത്യം. ഫൈറ്റ് ഉണ്ട്. ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് കുറെ പുതിയ കാഴ്ചകൾ കാണാൻ പറ്റി. എനിക്ക് ഞാൻ കുളിക്കുമ്പോൾ പോലെ കണ്ണടച്ച് കുളിക്കാതെ കണ്ണടച്ച 2 സെക്കൻഡ് കണ്ണടച്ച പേടിക്കുന്ന അസുഖമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു മോർച്ചറി സീൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ ഒറിജിനൽ മോർച്ചറിയാണ്, അത് ആൾക്കാർ ഉണ്ടാക്കിയിട്ടാണ് ചോദിച്ചത്. ഒറിജിനൽ മോർച്ചറി കൊണ്ട് കയറ്റി. ഞാൻ അടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ആൾക്കാർ ഉണ്ടാക്കിയിട്ട് അണ്ണാക്കി കുളിച്ച് ഡെക്കോറേറ്റ് കിടക്കുന്നതാണ് വിചാരിച്ചത്. ഒറിജിനൽ സാധനം, സത്യം ഒറിജിനൽ സാധനം. അതിന്റെ ഫ്രണ്ട് കാണിക്കാൻ പറഞ്ഞു. ഡോക്ടർമാരെ സ്ട്രഗിൾ മനസ്സിലായി. അവിടെ നിന്ന് ഞാൻ പണ്ട് മെഡിസിൻ എഴുതിയിട്ടുണ്ട്, മറ്റേ MBBS കൊണ്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ വേണ്ട ദേശം പോകുന്നു. അങ്ങനെ എഞ്ചിനീയറിംഗ് അനിയൻ അപ്പം ചിത്രം 19-ാം തീയതി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്, എന്നാണ് പറയാനുള്ളത്? ഞാൻ ചെയ്യാൻ ചെയ്തിട്ടില്ലേ, സാറ് പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു, ഞാൻ മാക്സിമം പറഞ്ഞ ഡയലോഗിൽ എന്തെങ്കിലും ഉണ്ടാക്കി
ആ കണ്ടന്റ് ചോര പേര് സാർ ഓക്കെ എന്ന് പറയുമ്പോൾ തംസപ്പിന് ശേഷം ഞാൻ ചെയ്ത് ഇപ്പം എനിക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റിയെന്നാണ് എൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ കണ്ടിട്ട് പറയട്ടെ എങ്ങനെയാണുള്ളത്. അപ്പം നമ്മൾ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എന്നോട് അഭിനയിച്ച ആൾക്കാർ ഇവരൊക്കെ എന്നോട് അഭിനയിച്ചപ്പം എല്ലാവരും ഇവരായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരെ കറക്റ്റ് ടാലൻ്റുള്ള ആൾക്കാരാണ്. അപ്പം ബാക്കി നമുക്ക് ഓഡിയൻസിനെ വിട്ടു കൊടുക്കാം. കാരണം പുള്ളിക്കാരനെ എഡിറ്റ് ചെയ്ത പുള്ളിക്കാരനെ ചോദിച്ചു എങ്ങനെയാണ് ഇപ്പം ഡബിങ് ചെയ്തപ്പോഴും നമുക്ക് മനസ്സിലായി എത്രമാത്രം ഇതിനകത്തുള്ള സ്ട്രഗിൾ ഉണ്ട്. ഇങ്ങനെ ചോദ്യം ചോദിച്ചു ഡയറക്ടർ എന്ന് പറയാം സിനിമ കാണാൻ പ്രേക്ഷകരുണ്ടെന്നാണ് പറയാം. ഇത് ശരിക്കും പറഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. ചെറുപ്പക്കാര് എല്ലാവരും ഇത് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇതിൽ അങ്ങനെ ഒരു സന്ദേശമുണ്ട്. എന്നുവെച്ചാൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങൾ, പിന്നെ പ്രായമായവരെ ആദരിക്കുക, പാരൻസിനെ ആദരിക്കുക, കൂടെ പഠിക്കുന്നവരെ ആദരിക്കുക, അങ്ങനെ ഉള്ള ഒരു കൾച്ചറല്ല ഇപ്പോൾ പൊതുവെ ക്യാമ്പസുകളിലുള്ളത്. കാരണം എല്ലാ കുട്ടികളുടെ കയ്യിലും പൈസയുണ്ട്. പണ്ടൊക്കെ ഒരു അച്ഛനും അമ്മയ്ക്കും 5-6 മക്കളൊക്കെ ഉണ്ട്. ഇപ്പം അങ്ങനെയല്ല, ഒരു കുട്ടിയൊക്കെയാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടി അച്ഛനമ്മമാർ ഇഷ്ടംപോലെ പൈസ മുടക്കും. ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന മെഡിക്കൽ കോളേജിലൊക്കെ വളരെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജാണ്, വളരെ ധനികരായ കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ഒന്നും നോക്കാനില്ല. അവർ ജീവിതത്തിൽ എല്ലാ കാറിലൊക്കെ ഉണ്ട് മിക്ക കുട്ടികളും. ഞാനൊക്കെ എൻ്റെ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു സൈക്കിൾ പോലും ഇല്ല സ്വന്തമായി. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതല്ല, ബുള്ളറ്റും കാറും ഒക്കെ ഞങ്ങളുടെ ക്യാമ്പസിൽ ഇഷ്ടം പോലെ. അപ്പൊ അവർക്ക് ജീവിതത്തിന്റെ മൂല്യം അറിയില്ല. അപ്പൊ അവരിങ്ങനെ പരക്കം പായുകയാണ് പല പല സുഖ സൗകര്യങ്ങളുണ്ട്. കാരണം പൈസ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയുള്ള തലമുറയോട് പറയാനുള്ള ഒരു സന്ദേശം ഈ സിനിമയിൽ വ്യക്തമായിട്ടുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ഒരു ഏജ് ഗ്രൂപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കഥയാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ചെറുപ്പക്കാരായ കുട്ടികളും, ഒരുപക്ഷെ വയസ്സായവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടില്ല. കാരണം യങ്സ്റ്റേഴ്സിന്റെ ഒരു മൂവിയാണ്. അതിന്റെ ഇപ്പൊ കരുൺജി പറഞ്ഞ പോലെ എന്റെ സൗണ്ടിങ്, കരുൺജി അത് വളരെ ഗംഭീരമായി, ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ എത്രയോ ഗംഭീരമായി അദ്ദേഹം അത് മനോഹരമായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സൗണ്ടിങ്ങിന്റെ ഒരു മൂവിയാണ്. എല്ലാ ചെറുപ്പക്കാരും ഇത് കാണണമെന്ന് എൻ്റെ ആഗ്രഹം. 19-ാം തീയതി തിയേറ്ററിലെത്തുന്നു. എല്ലാ ചെറുപ്പക്കാരും അത് കണ്ടാൽ ആ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നതിന്റെ സാമൂഹിക ലക്ഷ്യം ധന്യമാണ്. തീർച്ചയായും വലിയൊരു വിജയമാകട്ടെ ഞങ്ങൾ ആശംസിക്കുന്നു. ഇത്ര സമയം താങ്ക് യു.